ഇന്ന് നമുക്ക് ഓശാന എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പണ്ട് തന്നെ നോക്കി ചിരിച്ച പെൺകുട്ടി വർഷങ്ങൾക്ക് ശേഷം അവൾ കാണണമെന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ അവർ വയസ്സായിരിക്കുകയാണ്. മറ്റൊരാൾ അച്ഛൻ പട്ടം സ്വീകരിക്കുവാനായി പോകുന്നു. പക്ഷേ കന്യാസ്ത്രീയാകാൻ പോകുന്നവളോട് പ്രണയവും. ഇവരുടെ രണ്ടുപേരുടെയും പ്രണയം എന്തായെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ഇരിക്കുകയാണ് മോഹനും ജോണും. മോഹനെ കൂട്ടുകാരൻ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞത് നിന്റെ തലയിൽ കേറിയില്ല എന്ന് എനിക്കറിയാം. പണ്ടെങ്ങാണ്ട് ഒരു പെണ്ണ് നിന്നെ നോക്കി ചിരിച്ചു കാണിച്ചിട്ട് ഇപ്പോഴാണോ അവൾക്ക് നിന്നെ ഓർമ്മ വന്നത്? ഈ പ്രായത്തിൽ പ്രണയമെന്ന് പറഞ്ഞ് നടക്കുന്ന നിനക്ക് ഭ്രാന്താണെന്നേ ആളുകൾ പറയൂ എന്ന് പറഞ്ഞ് കോളും കട്ട് ചെയ്യും. മോഹൻ പുഞ്ചിരിക്കുകയാണ് അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ജോൺ ചോദിക്കും, ചേട്ടൻ ആരെയാ കാത്തിരിക്കുന്നേ? അതിന് മറുപടിയായി മോഹൻ തന്റെ പഴയൊരു കഥ പറയും. പെരുന്തുരുത്തി പാരലൽ കോളേജിന് മുന്നിൽ ചായ വിൽക്കുന്ന ജോലിയായിരുന്നു ഈ മോഹന്. സൈക്കിളും കെറ്റിലും വാടകയ്ക്കെടുത്ത് ചായ വിറ്റാൽ എന്ത് കിട്ടാനാ? അതുകൊണ്ട് തന്നെ ആ ജോലി എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം ചായ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം റോഡിലാരും ദേവി എന്ന് വിളിക്കുന്നത് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ ഞാൻ അങ്ങ് വല്ലാതായി. സുന്ദരിയായ പെൺകുട്ടി ദേവി. പേര് പോലെ തന്നെ അവളൊരു ദേവിയായിരുന്നു. ദേവിയുടെ വീട് മധുരയില. മാമന്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. എന്നും അവൾ എന്നിൽ നിന്നും മസാല ചായ വാങ്ങി കുടിക്കുമായിരുന്നു. ഒരു ദിവസം ചായ കുടിച്ചുകൊണ്ടിരിക്കവേ അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ആ വിടർന്ന കണ്ണുകളിൽ നിന്നും അവൾക്ക് എന്നോട് എന്തോ പറയുവാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവൾ സ്ഥിരം ചായ കുടിക്കുവാനായി വരുവാൻ തുടങ്ങി. ഞാൻ കൊടുക്കുന്ന ചായയിൽ സ്നേഹം കൂടി കൊടുത്തു ഞാൻ. ഒരിക്കൽ അവൾ എന്നോട് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അന്നത്തെ ചിലവ് നോക്കാൻ കഷ്ടപ്പെടുന്ന ഞാനാണെങ്കിലോ ഇതൊന്നും എനിക്ക് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ഒന്നും മിണ്ടിയില്ല. പഠനം പൂർത്തിയാക്കി പോകുമ്പോൾ ഞാൻ തിരികെ വരും, ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടാണ് ദേവി പോയതും. പക്ഷെ പിന്നീട് ദേവിയെ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ എവിടുന്ന് നമ്പർ കിട്ടിയെന്നറിയില്ല എന്നെ വിളിച്ചു. കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദേവിയെ കാണാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അതും പറഞ്ഞ് പുഞ്ചിരിക്കുകയാണ് മോഹൻ. കഥകൾ കേട്ടുകൊണ്ടിരുന്ന ജോൺ ചിന്തിക്കുന്നത്, ഇദ്ദേഹത്തിന് ഇപ്പോഴും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന പ്രണയകഥയുണ്ടെങ്കിൽ ഈ ജോണിനും പറയാനുണ്ട് പ്രണയകഥകൾ. അതിനുശേഷം കാണിക്കുന്നത് ഒരച്ഛനും അമ്മയും അവരുടെ മകനെ സങ്കടത്തോടെ ട്രെയിൻ കയറ്റി വിടുകയാണ്. ആ മകൻ മറ്റാരുമല്ല, ജോൺ തന്നെയാണ്. ജോണിന്റെ കഥയാണ് പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നതും. ജോൺ ഇപ്പോൾ ട്രെയിനിൽ കയറി പോകുന്നത് എന്തിനെന്നോ, പള്ളിയിൽ വെച്ച് ഒരു പെണ്ണിനെ കണ്ടു. അവളെ ഇഷ്ടമായി. അവളെ തിരക്കി പോകുക. എന്നാൽ അവൻ സീറ്റിലിരിക്കവേ യാദൃശ്ചികമായി ഒരു പെൺകുട്ടിയെ അവൻ കാണും. അത് മറ്റാരുമല്ല, അവൻ ആരെയാണോ അന്വേഷിക്കുന്നത് ആ പെൺകുട്ടിയെ തന്നെയാണ് അവൻ കാണുന്നതും. അവൻ അവളെ നോക്കുന്നത് അവൾക്ക് മനസ്സിലായി. അവളുടെ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി അടുത്തിരിക്കുന്ന ആളിനൊപ്പം സെൽഫി എടുക്കും പോലെ അഭിനയിച്ച് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ജോൺ എടുക്കും. അടുത്തിരുന്നയാൾ പള്ളി ലെസൺ ആയിരുന്നു. അച്ഛനെ കണ്ട് ജോൺ ഞെട്ടി. അവളെ തനിക്ക് ഇഷ്ടമാണെന്നും അത് അവൾക്ക് അറിയില്ലെന്നും ജോൺ അച്ഛനോട് പറഞ്ഞു. പെൺകുട്ടി ഫോൺ വിളിക്കാൻ പോയ സമയം നോക്കി ചെന്ന് അവളോട് മനസ്സിലുള്ളത് പറയുവാനായി അച്ഛൻ പറയുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അച്ഛൻ ഇതൊന്നും സപ്പോർട്ട് ചെയ്യരുതെന്ന് പറയുമ്പോൾ അവനവന്റെ മനസ്സിലുള്ളത് തുറന്നു പറയട്ടെ, ഇല്ലെങ്കിൽ അത് പല പ്രശ്നവും ഉണ്ടാക്കും. അവൾ നോ പറഞ്ഞാൽ അവൻ അവളെ മറക്കുമല്ലോ എന്നാണ് അച്ഛൻ പറയുന്നതും. ജോൺ തന്റെ പിന്നാലെ വരുന്നത് മനസ്സിലാക്കി അവൾ കൂട്ടുകാരിയെ വിളിച്ചിട്ട് ലവറിനോട് സംസാരിക്കും പോലെ അഭിനയിച്ചു. പക്ഷെ അത് ജോണിന് സഹിക്കാനായില്ല. തിരികെ സീറ്റിൽ വന്നിരുന്ന പെൺകുട്ടിയോട് ആരെയാ ഫോൺ വിളിച്ചതെന്ന് ജോൺ ചോദിക്കുമ്പോൾ അതെന്തിനാ താൻ അറിയുന്നത് എന്ന് ചോദിച്ച് അവനെ വഴക്ക് പറഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട ജോൺ മാറിയിരിക്കുകയാണ് ചെയ്തതും. അവൻ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഡയറിയിൽ അത് എഴുതി വെക്കുമായിരുന്നു. ഇപ്പോൾ നടന്ന കാര്യവും അവൻ ഡയറിയിൽ എഴുതും. വിവരം തിരക്കിയ അച്ഛനോട് അവൾക്ക് ലവറുണ്ട് എന്ന കാര്യം ജോൺ തുറന്നു പറഞ്ഞു. ആഹാരം കഴിക്കാനിരിക്കവേ പെൺകുട്ടിക്ക് വെള്ളം കൊടുത്ത് ജോണിനോട്, ഇത് വല്ലാത്ത ശല്യമായല്ലോ, ഒന്ന് പോയി തരുമോ എന്ന് അവൾ ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ അത് സഹിക്കാനാകാത്ത ജോൺ ആണെങ്കിൽ ട്രെയിൻ നിർത്തിയപ്പോൾ അതിൽ നിന്നും പുറത്തിറങ്ങി. പക്ഷെ ട്രെയിൻ എടുത്തത് അവൻ അറിഞ്ഞില്ല. അത് കണ്ട ആ പെൺകുട്ടിയും അച്ഛനും ജോണിനെ വിളിക്കുമെങ്കിലും അവൻ കേട്ടില്ല. അവൾക്ക് ആകെ കുറ്റബോധം. മോൾ അവനോട് അങ്ങനെയൊന്നും പറഞ്ഞത് ശരിയായില്ലെന്ന് അച്ഛനും ഓപ്പോസിറ്റ് ഇരുന്നവരും പറയും. അവൾക്ക് ആകെ കുറ്റബോധം. അവൻ ബാഗ് എടുത്തില്ല. കോണ്ടാക്ട് നമ്പർ വല്ലതും ബാഗിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കുവാനായിട്ട് അച്ഛൻ പറഞ്ഞതിനാൽ ബാഗ് തുറന്ന അവളാണെങ്കിൽ ജോണിന്റെ ഡയറി കാണും. അതിലവൻ അവനെ പറ്റിയായിരുന്നു എഴുതിയിരുന്നത്. ആ ഡയറി അവൾ വായിച്ചു നോക്കുകയാണ്. +2 പഠിക്കുന്ന കാലം. ജോണിന് സന്ധ്യ എന്നൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. അവളെ കാണുവാനായിട്ടാണ് അവൻ ട്യൂഷന് പോലും പോകുന്നതും. കൂടെ എന്തിനു കൂട്ടായി അവന്റെ ഫ്രണ്ടായി ഡിങ്കനും ഉണ്ടായിരുന്നു. സന്ധ്യയോട് ഇഷ്ടം പറയുവാൻ ജോണിന് പേടി. ഒടുവിൽ ഡിങ്കൻ കയറി ഐ ലവ് യു എന്ന് പറഞ്ഞു. ജോണിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ അത് കേട്ട സന്ധ്യയാണെങ്കിൽ ഡിങ്കനോട് ഐ ലവ് യു ടു എന്ന് പറഞ്ഞു.
അവർ രണ്ടുപേരും സെറ്റായി. ഇതിനെയാണ് പറയുന്നത് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയിന്ന്. അതോടുകൂടി ജോണിന് ആകെ ദേഷ്യം. ഇനി എനിക്ക് കൂട്ടുകാരെ വേണ്ട എന്നൊക്കെ അവൻ ചിന്തിക്കും. ആ ഒരു പ്രണയം പൊട്ടിയതോടെ ജോണിന് മറ്റൊരു പ്രണയവും സെറ്റായില്ല. അവന്റെ കൂട്ടുകാരായിരുന്നു രവിയും മൈക്കിളും. കോളേജിൽ പഠിക്കുന്ന ജോൺ ഒരിക്കൽ വഴിയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടു. ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ അവളെ ഇഷ്ടമായി. അവന്റെ കോളേജിൽ തന്നെയാണ് അവളും പഠിക്കുന്നത്. ഒരിക്കൽ കോളേജിലെ ദാതയായ അസറിനെ ആരോ തല്ലി. അത് നോക്കാൻ ചെന്ന ജോണാണ് തല്ലിയതെന്ന് മറ്റുള്ളവർ പറഞ്ഞതിനാൽ ജോൺ കോളേജിലെ സ്റ്റാറായി. അതോടെ ആ പെൺകുട്ടിയും അവനോട് വന്ന് മിണ്ടുവാനൊക്കെ തുടങ്ങി. അവളുടെ പേരാണ് ഏഞ്ചൽ. അങ്ങനെ അവർ രണ്ടാളും പ്രണയത്തിലായി. ഇവരുടെ പ്രണയം മുന്നോട്ടു പോകവേ വീട്ടിൽ ഉറപ്പിച്ച വിവാഹത്തിന് അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. വിവരമറിഞ്ഞ ജോൺ ആകെ തകർന്നു പോയി. നീ സെറ്റിലാകുന്നതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യാനാകില്ല. വീട്ടിൽ അത്രയ്ക്ക് പ്രഷർ ഉണ്ടെന്ന് അവൾ പറഞ്ഞു. അവർ രണ്ടുപേരും പിരിയുകയാണ്. ആ ഒരു സംഭവത്തോടെ ജോൺ ആകെ തകർന്നു പോയി. ജോൺ ആണെങ്കിൽ അതോടുകൂടി പള്ളിയിൽ അച്ഛനാകുവാനായി തീരുമാനിച്ചു. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അത്. അതിനെന്റെ വീട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്തു എന്നായിരുന്നു ഡയറിയിലെ അവസാന വാക്കുകൾ. അതെല്ലാം വായിക്കുന്ന പെൺകുട്ടി എന്തൊക്കെയോ ചിന്തിക്കും. അങ്ങനെ ട്രെയിൻ മിസ്സായ ജോൺ ആണെങ്കിൽ സെമിനാരിയിലേക്കാണ് തിരികെ എത്തിയതും. റൂംമേറ്റായ കൂട്ടുകാരൻ പുണ്യാളനോട് നടന്ന സംഭവമെല്ലാം ജോൺ പറഞ്ഞു. അടുത്ത ദിവസം പുണ്യാളൻ തന്റെ കാമുകിയെ കാണുവാനായിട്ട് അവനെയും കൂട്ടി കോളേജിലെത്തി. അവിടെ വെച്ച് ആ പെൺകുട്ടിയെ അവൻ കണ്ടു. ട്രെയിനിൽ വെച്ച് കണ്ട അവളില്ലേ, അവൾ ആ കോളേജിലാണ് പഠിക്കുന്നതും. ജോണിനടുത്ത് വന്ന അവൾ, നീ എന്ത് പണിയാ കാണിച്ചേ, ഞാൻ എത്ര വിഷമിച്ചെന്നറിയുമോ എന്ന് പറഞ്ഞ് അവനൊരടി കൊടുത്തിട്ട് പെട്ടെന്ന് എന്തോ ചിന്തിച്ചതുപോലെ അവിടെ നിന്നും നടന്നു പോകും. ജോണിന് ഒരുപാട് സന്തോഷമായി. അന്ന് റൂമിലെത്തിയ ജോണും പുണ്യാളനും ആ പെൺകുട്ടിയെ പറ്റി അന്വേഷിച്ചു. അവളുടെ പേര് ട്രീസ. കന്യാസ്ത്രീയാകുവാൻ നിൽക്കുകയാണെന്ന് പുണ്യാളൻ പറയും. അത് കേട്ട് ജോണിന് ഒരുപാട് സങ്കടമാകും. അടുത്ത ദിവസം കോളേജിലേക്ക് പുതിയ അച്ഛനെത്തും, സണ്ണി അച്ഛൻ. ജോൺ ട്രെയിനിൽ വെച്ച് കണ്ട അതേ അച്ഛനായിരുന്നു അത്. അച്ഛനെ കണ്ടതും ജോൺ ഒന്ന് ഞെട്ടി. ക്ലാസ്സിൽ പഠിപ്പിക്കുവാനായി എത്തിയ അച്ഛൻ ജോണിനെയും കാണും. ജോണിനെ കണ്ടതും അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. പ്രണയത്തിനേക്കാൾ എത്രയോ വലുതാണ് തിരുവസ്ത്രം അണിയുന്നത് എന്നൊക്കെ പറഞ്ഞ് സണ്ണി തന്റെ കഥ പറയും. സണ്ണിയുടെ അച്ഛൻ മരിച്ചതിൽ പിന്നെ അമ്മയാണ് അവനെ വളർത്തിയതും. അമ്മയ്ക്ക് അവനെ പള്ളിയിൽ അച്ഛനാക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ സണ്ണിക്ക് അവരുടെ വീട്ടിൽ ജോലിക്കെത്തുന്ന ആളുടെ മകളായ ലില്ലിയെ ഇഷ്ടമായിരുന്നു. അവർ വലുതായപ്പോഴും അവരുടെ പ്രണയം വളർന്നു. ലില്ലിക്കും സണ്ണിയെ ഇഷ്ടമായിരുന്നു. വലുതായപ്പോഴും അവരുടെ പ്രണയവും വളർന്നു. അക്കാര്യമെല്ലാം ലില്ലിയുടെ വീട്ടുകാർക്കറിയാം. എന്നാൽ അവർക്ക് തങ്ങൾ താഴ്ന്ന ഒരു ഫാമിലിയല്ലേ, അതുകൊണ്ട് സണ്ണിയുമായിട്ടുള്ള വിവാഹം നടക്കുമോ എന്നൊരു ടെൻഷനാണ്. അപ്പോഴും ലില്ലി പറയുന്നത്, ഞാൻ എന്തായാലും സണ്ണിയെ വിവാഹം കഴിക്കൂ. എനിക്കൊരിക്കലും സണ്ണിയെ മറക്കുവാനായും പറ്റില്ല. അവനു വേണ്ടി എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കുമെന്ന് അവൾ വീട്ടുകാരോട് പറഞ്ഞു. സണ്ണി സെമിനാരിയിൽ ചേരാൻ പോകുമ്പോഴും ഞാൻ തിരികെ വരുമെന്നവൾക്ക് വാക്കു കൊടുക്കുമ്പോഴും നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് ലില്ലിയും പറയും. 2 വർഷത്തിനു ശേഷം സെമിനാരി ജീവിതം ഉപേക്ഷിക്കുവാനായി തീരുമാനിച്ച് ലില്ലിയുടെ കാര്യം അമ്മയെ അവതരിപ്പിക്കണമെന്നും പറഞ്ഞ് സണ്ണിയാണെങ്കിൽ വീട്ടിലേക്ക് വന്നു. അമ്മയ്ക്കാണെങ്കിലോ സണ്ണി അച്ഛനായി കാണുന്നതിന്റെ വലിയ ആഗ്രഹമാണെന്നും അതിനുവേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും പറയുന്നത് കേട്ട സണ്ണിയാണെങ്കിൽ തന്റെ ആഗ്രഹം അവതരിപ്പിക്കാതെ തിരിച്ചു പോകും. സെമിനാരിയിലേക്കാണ് അവൻ തിരിച്ചു പോകുന്നതും അമ്മയെ വിഷമിപ്പിക്കുവാനായിട്ട് അവന് മനസ്സ് വന്നില്ല. ലില്ലിയെ മറക്കുവാനായിട്ടും അവൻ തീരുമാനിച്ചു. പിന്നീട് അവൻ ലില്ലിയെ കണ്ടിട്ടേയില്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർ നമ്മളുടെ ചുറ്റുമുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണമെന്ന് സണ്ണി എല്ലാവരെയും ഉപദേശിക്കും. ഒരിക്കൽ പനിയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ട്രീസയെ കണ്ടിട്ട് തിരികെ റൂമിലെത്തിയ ജോണിനെ കാത്ത് സണ്ണി ഉണ്ടായിരുന്നു. ട്രീസ കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ച കാര്യം സണ്ണിയാണെങ്കിൽ പുണ്യാളൻ വഴി അറിഞ്ഞു. തെറ്റാണിതെന്ന് സണ്ണി പറയുമ്പോൾ, അച്ഛൻ ഇതുവരെയും ലില്ലിയെ മറക്കാനായോ? ഇല്ലല്ലോ എന്ന് ജോൺ തിരികെ ചോദിച്ചപ്പോൾ അതിന് സണ്ണി മറുപടി നൽകിയില്ല. സണ്ണി സങ്കടത്തോടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകും. എന്നിട്ട് തന്റെ റൂമിലെത്തി ലില്ലിയെ പറ്റി ഓർക്കുകയാണ്. ലില്ലി ഇന്ന് ജീവനോടെ ഇല്ല. സണ്ണിയുടെ അച്ഛൻ പട്ടത്തിന്റെ തടസ്സമാകാതിരിക്കാൻ ലില്ലി ആത്മഹത്യ ചെയ്തു. ആ ചടങ്ങ് നടത്തിയതും സണ്ണി തന്നെയായിരുന്നു. അതെല്ലാം സണ്ണി ഓർക്കും. അടുത്ത ദിവസം വഴിയിൽ വെച്ച് ജോണും ട്രീസയും കണ്ടുമുട്ടുകയാണ്. അവർക്കിടയിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടാകുന്നു. ഒരിക്കൽ അപ്പന് സുഖമില്ലാത്തതറിഞ്ഞ് ട്രീസ നാട്ടിലേക്ക് പോകും. കൂടെ കൂട്ടായി ജോണും പോവുകയാണ്. അപ്പനെ കയറി കാണുമ്പോൾ കൂടെ ജോണും ഉണ്ടായിരുന്നു. സന്തോഷമായി മോളെ, അപ്പന്റെ ആഗ്രഹമായിരുന്നു നിന്നെ കന്യാസ്ത്രീയായി കാണണമെന്ന്. അതും പറയുന്നത് കേട്ട് ജോൺ പുറത്തിറങ്ങി. അപ്പോഴേക്കും ട്രീസയുടെ അപ്പൻ മരിച്ചിരുന്നു. തിരികെ സെമിനാരിയിലെത്തിയ ജോൺ ആണെങ്കിൽ, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ അച്ഛനായിക്കോളാം, ഇനി എനിക്ക് ദൈവത്തെ ഓർത്ത് ജീവിച്ചാൽ മതിയെന്ന് സണ്ണിയോട് പറഞ്ഞ് കരയുകയാണ്. അത് കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ജോൺ സണ്ണിയെ കാണുവാനായി എത്തുകയാണ്. അവൻ പുതിയൊരു മനുഷ്യനായി മാറിയിരിക്കുന്നു. തിരുവസ്ത്രം അണിയുവാനായും പോവുകയാണ്.
അതും പറഞ്ഞ് ജോൺ പള്ളിയിലേക്ക് പോകും. അപ്പോഴാണ് സണ്ണിയുടെ കൈവശമുണ്ടായിരുന്ന ജോണിന്റെ ഡയറി സണ്ണി നോക്കുന്നതും അതിൽ ട്രീസ എഴുതിയിരുന്നത്, എന്റെ അച്ഛൻ പറയുന്നത് കേട്ട് നീ എന്നെ ഉപേക്ഷിച്ചു പോയി, ഒരു വാക്ക് നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു എന്നായിരുന്നു അവൾ എഴുതിയിരുന്നതും. അതൊക്കെ വായിച്ച് സണ്ണി എന്തൊക്കെയോ ചിന്തിക്കും. പള്ളിയിലെത്തിയ ജോൺ ആണെങ്കിൽ അവിടെ വെച്ച് ട്രീസയെ കാണുകയാണ്. പക്ഷേ ജോൺ ട്രീസയെ മൈൻഡ് പോലും ചെയ്യില്ല. ട്രീസ ദയനീയമായി ജോണിനെയും നോക്കും. അന്ന് രാത്രി ഒരു കോൾ വന്ന് ജോൺ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് മോഹനെ കാണുന്നതും. അതാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നതും. മോഹൻ കാത്തിരുന്ന ട്രെയിൻ എത്തി. അതിൽ മോഹന്റെ ദേവി ഉണ്ടായിരുന്നു. സുന്ദരിയായ ദേവി മോഹൻ അടുത്തേക്ക് വരും. ഒരിക്കലെങ്കിലും എന്നെ തിരക്കിയിരുന്നു, എനിക്ക് അന്വേഷിച്ചെത്താൻ ഇത്രയും താമസിക്കേണ്ടി വന്നു, ഇപ്പോഴും എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് മോഹൻ മറുപടി പറയുന്നു. രണ്ടാളും ഇന്നും വിവാഹം കഴിച്ചിട്ടില്ല. അങ്ങനെ അവർ ഒന്നിക്കുകയാണ്. അതിനെല്ലാം ജോൺ സാക്ഷിയായി. സങ്കടപ്പെട്ടിരുന്ന ജോണിനടുത്തേക്ക് ട്രീസ വരികയാണ്. നാളെയാണ് ഞാൻ തിരുവസ്ത്രം അണിയാൻ പോകുന്നതെന്നും അവൾ പറയും. അത് കേട്ട് അറിഞ്ഞുവെന്ന് ജോണും മറുപടി പറയുന്നു. ട്രീസയോട് ജോൺ ഒന്നും പറയാതെ ഇരിക്കുമ്പോൾ അവിടെ നിന്നും ട്രീസ പുറത്തേക്ക് വരുമ്പോൾ സണ്ണി അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തെറ്റാണെന്ന് സണ്ണി പറയുമ്പോൾ അറിയാം അച്ചോ, പക്ഷെ എനിക്ക് അവനെ മറക്കാനാകുന്നില്ല എന്ന് പറഞ്ഞ് ട്രീസ കരയും. അത് കേട്ട് സണ്ണി പറയുന്നത്, ഇനിയും എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഒന്നാകാനായിട്ട് സമയമുണ്ട്, വൈകിട്ടില്ല എന്നും സണ്ണി പറയും. അത് കേട്ട് ട്രീസ സന്തോഷത്തോടെ ജോണിനടുത്തേക്ക് വരുന്നു. ജോണും അവളെ നോക്കി പുഞ്ചിരിക്കും. അങ്ങനെ ജോണും ട്രീസയും ഒന്നിക്കുകയാണ്. ഒരാളുടെയെങ്കിലും സപ്പോർട്ടായിരുന്നു അവരാഗ്രഹിച്ചിരുന്നതും. അത് കിട്ടാത്തതിനാലാണ് സണ്ണിക്ക് തന്റെ ലില്ലിയെ നഷ്ടമായതും. സണ്ണി തന്നെയും ലില്ലിയെയും അവിടെ കാണുകയാണ്. ഒന്നിക്കാതെ പോയ പ്രണയവും താൻ കാരണം ഒന്നിച്ച പ്രണയവും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.